പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായ നൊവേന ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കർമ്മല മാതാവ് മാതൃഭക്തി, മാതാവിനുള്ള ഭക്തിക്ക് തിരുസഭയുടെ ആരംഭത്തോളം പഴക്കമുണ്ട്. സുഖ്യനൊട്ടിശാലയിൽ അമ്മയുടെ നേതൃത്വത്തിലാണ് സിലിഹന്മാരും 120ഓളം വരുന്ന ആദിമ ശിക്ഷ സമൂഹം പ്രാർത്ഥിച്ചിരുന്നതും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടതും. അന്നു മുതൽ ഇന്നു വരെ മാതാവിൻ്റെ സാന്നിധ്യം, നിയന്ത്രണം, സംരക്ഷണം നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒത്തിരിയേറെ പേരുകളിൽ മാതാവ് അറിയപ്പെടുന്നുണ്ട്. അതിലൊരു പേരാണ് കർമ്മല മാതാവ്, ലൂർദ് മാതാവ്, വേളാങ്കണ്ണി മാതാവ്, ഫാത്തിമ മാതാവ്. അങ്ങനെ ഒത്തിരിയേറെ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. കർമ്മല സഭ ആരംഭിച്ചത് കർമ്മല മലയിലാണ്. കുരിശുയുദ്ധത്തിന് വന്ന കുറെ പടയാളികൾ, യൂറോപ്പിൽ നിന്ന് വന്നവര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകാതെ വിശുദ്ധ നാട്ടില് അവർ താമസിച്ച് സന്യാസ ജീവിതത്തിലും ഏകാന്ത ജീവിതത്തിലും ഒരുമിച്ച് കൂടി. അവർ തിരഞ്ഞെടുത്ത സ്ഥലം കർമ്മല മലയാണ്. അവിടെ ആരംഭിച്ച സഭയാണ് കർമ്മലീത്ത സഭ, ഓർഡർ ഓഫ് കർമ്മലൈറ്റ്സ്. അവിടെ ആ സന്യാസിമാര് ആദ്യം നിർമ്മിച്ച ദേവാലയം, ആ ദേവാലയത്തിന് അവർ മാതാവിൻ്റെ പേരിട്ടു. മാതാവിൻ്റെ നാമധേയത്തിലാണ് ആ ദേവാലയം പണിതത്. അങ്ങനെ അന്നു മുതൽ ആ മാതാവിനെ വിളിക്കാൻ തുടങ്ങി കർമ്മല മാതാവ്. ഓക്കെ, ഇതാണ് കർമ്മല മാതാവിൻ്റെ ഒരു പേരിൻ്റെ അടിസ്ഥാനം. അതിനുശേഷം 12ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ അവിടെ വന്നപ്പോൾ വിശുദ്ധ നാടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ യൂറോപ്പിലേക്ക് ഈ സന്യാസിമാര് കടന്നു വന്നു. അങ്ങനെ 1251 ഈ സഭയിലും ഒത്തിരി പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഒത്തിരിയേറെ കടന്നു വന്നു. അന്നത്തെ ജനറാളച്ചനാണ് സൈമൺ സ്റ്റോക്ക്, എന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഏഴ്സ്ഫോർഡ് എന്ന് പറഞ്ഞ സന്യാസ ഭവനത്തിലാണ് വസിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ പ്രശ്നങ്ങളില്, പ്രതിസന്ധികളില്, കഷ്ടപ്പാടുകളില് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. അദ്ദേഹം ഒത്തിരിയേറെ സമയം മാതാവിന്റെ സന്നിധിയിലിരുന്ന് കർമ്മല മാതാവിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഇതാണ്: കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, നിത്യകന്യകയായിരുന്ന ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ഒരു പ്രാർത്ഥന ഭയങ്കര ശക്തമാണ്. അവസാനം എന്താ പറഞ്ഞ? അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണം. അങ്ങനെ മാതൃഭക്തനായ എൽഫോർഡ് മാതാവിനെ വിളിച്ച് എല്ലാ ദിവസവും അതിശക്തമായി പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാ. കുരിശിൻ ചുവട്ടിൽ ഈശോ നമ്മെ പരമേൽപ്പിച്ചത്, ഇതാ നിന്റെ അമ്മ, നിന്നെ സഹായിക്കാൻ, നിന്നെ രക്ഷിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ അമ്മയെ വിളിച്ച് ലോക ചരിത്രത്തിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അമ്മ ഇടപെട്ടിട്ടുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. കർമ്മല മാതാവ് ഈ രൂപത്തില് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സാഹോദര്യത്തിന്റെ അടയാളവും. എന്നിട്ട് അമ്മ എന്താ ചെയ്ത? ഉത്തരീയം നൽകി. ഉത്തരീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ധരിക്കുന്ന വിന്തിങ്ങ, നമ്മുടെ കർമ്മിത്ത സന്യാസിമാര് ധരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതാണ് ശരിക്കുമുള്ള ഉത്തരീയം. അതിന്റെ ഷോർട്ടാണ് വെന്തിങ്. ഈ ഉത്തരീയം നൽകി. ഈ ഉത്തരീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ധരിക്കുന്ന ഒരു ഏപ്രൺ എന്ന് പറഞ്ഞാൽ ചെളിയേൽക്കാതെ നമ്മുടെ വസ്ത്രം, ശരീരം സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ ധരിക്കുന്ന ഒരു ഏപ്രൺ, അത്രേ ഉള്ളൂ. അത് നൽകി. എന്നിട്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞു,
സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ പ്രതീകവുമായ ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുക ഇല്ലെന്ന് ഒരു വാഗ്ദാനം അമ്മ കൊടുത്തിട്ട് ഈ ഉത്തരീയം സൈമൺ സ്റ്റോക്കിന് നൽകി. എന്താണ് വാഗ്ദാനം? ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുക ഇല്ലെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ ഉത്തരീയം സൈമൺ സ്റ്റോക്കിന് നൽകി. ആ ഉത്തരീയമാണ് ഇന്ന് കർമ്മലീത്ത വൈദികർ, ഓർഡർ ഓഫ് കാർമലൈറ്റ്സ്, പിന്നീട് 16-ാം നൂറ്റാണ്ടില് ജോൺ ഓഫ് ദ ക്രോസും അമ്മ ത്രേസ്യയും നവീകരിച്ച സഭയാണ് OCD, ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് ഡിസ്കാൾസ്ഡ്. കർമ്മലീത്ത പാരമ്പര്യം, ചരിത്രം സ്വീകരിച്ച എല്ലാ സന്യാസ സമൂഹങ്ങളും, സന്യാസിമാർ, CMC സമൂഹങ്ങളൊക്കെ ഈ ഉത്തരീയം ധരിക്കുന്നുണ്ട്. ഉത്തരീയത്തിന്റെ സംരക്ഷണം അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഉത്തരീയ ഭക്തി സഭയിൽ പ്രചരിച്ചു. നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരീയ ജപമാല, ഉത്തരീയത്തിന്റെ വലിയ വാഗ്ദാനമാണ്. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവര്, ജീവിക്കുന്നവര് ഒരിക്കലും നശിക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഉത്തരീയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഓരോരോ മേഖലകളും ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഓരോ ദിവസവും എടുത്തു മനസ്സിലാക്കിക്കൊണ്ട് ഈ നൊവേനയിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ 9 ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സന്ദേശം, വാഗ്ദാനം, ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കത്തില്ല. കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില്, ഉത്തരീയത്തിന്റെ സംരക്ഷണത്തില് നശിച്ചു പോകാതെ മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ സ്വർഗം തിരുമനസായതിന്റെ ശക്തമായ ഒരു അഭിഷേകത്തിലാണ് ഈ നൊവേനയും ഈ തിരുനാളും നമ്മൾ ആഘോഷിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇന്ന് ഒത്തിരി വേദനിക്കുന്ന, നശിച്ചു പോയ മക്കളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, ജീവിതങ്ങളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നവരാ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ നൊവേനയില് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാ ദിവസവും കാർമൽ ധ്യാന കേന്ദ്രത്തില് വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ട്. 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പൊതുവായ തിരുനാൾ ആഘോഷം നമ്മൾ നടത്തും. അന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് കർമ്മലീത്ത വൈദികർ വെഞ്ചരിച്ച് നൽകുന്ന ഉത്തരീയത്തിന് പ്രത്യേകമായ ഒരു സംരക്ഷണം തിരുസഭ നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേ ദിവസം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് വെന്തിങ്ങ ഉത്തരീയം വെഞ്ചരിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ പ്രാർത്ഥനയോടെ, വലിയ ദാഹത്തോടെ, നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കും, ഒരിക്കലും നശിക്കത്തില്ലെന്ന വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ നൊവേന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കമന്റ് ബോക്സിലും വാട്സപ്പിലൊക്കെ നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നു. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, നശിച്ച് തകർന്നു പോയ കുടുംബങ്ങളെ, മക്കളെടുത്ത് വേദനിക്കുന്ന, വിവാഹ ജീവിതം തകർന്നു പോയ മക്കളെ ഓർത്ത് എല്ലാം നശിപ്പിച്ച് പിശാചിനെ പിടിപ്പെട്ട് പഠനം മുടക്കി കണ്ണിക്കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന മക്കള് എന്തെല്ലാമാ കേൾക്കുന്ന, ലഹരി, മൊബൈല്, അടിമത്തങ്ങള്, പിശാചികമായ വയലൻസ്, അപ്പനെ തല്ലുന്നു, അമ്മേനെ തല്ലുന്നു, എന്തെല്ലാമാ കേൾക്കുന്നത്. നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണം. നൊവേനയിൽ നമ്മളെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ്? കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, നിത്യകന്യകയായിരുന്ന് ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണം. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണം. ഈ പ്രാർത്ഥന നിങ്ങൾ ഈ നൊവേന ദിവസങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് എഴുതിയൊക്കെ വെച്ച് പഠിച്ച് ഇനി ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ച് ഒത്തിരിയൊക്കെ ധരിച്ച് ജീവിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം അച്ഛന് പറയാനുള്ളത്, നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊക്കെ ഉത്തരീയം ധരിക്കണം. ഉത്തരീയം അച്ഛൻ്റെ കഴുത്തിലും നമ്മളൊക്കെ ഒരു ഉത്തരീയം പ്രത്യേകിച്ചും വെഞ്ചരിച്ച്
ഇട്ടിട്ടുണ്ട്, നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ട്, എടുക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ഛന്മാരിടുന്ന ഇതാണ് വലിയ അച്ഛൻ ആദ്യം കാണിച്ചു തന്നില്ലേ, ഇതാണ് ശരിക്കും ഉത്തരീയം. അച്ഛന്മാരുടെ ഉടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉത്തരീയം ഞങ്ങൾ ധരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ കഴുത്തിലും നമ്മുടെ കഴുത്തിലും നമ്മുടെ എല്ലാവരുടെയും കഴുത്തിലും ഈ ഉത്തരീയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇത് നമുക്ക് സംരക്ഷണമാണ്. നശിച്ചു പോകാതെ പരിശുദ്ധ അമ്മ വഴി സ്വർഗം നൽകിയ വലിയ ഒരു ആയുധമാണ് ഉത്തരീയം. നമുക്ക് ധരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി. പരിശുദ്ധ അമ്മയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമാണ് ഉത്തരീയം. അമ്മ മാതാവിനെ തന്നെ ഞങ്ങൾക്ക് നൽകി. അമ്മ ഞങ്ങൾക്ക് നൽകി നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഉത്തരീയം. ഉത്തരീയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാനും കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാനും വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നശിച്ചു പോകാതെ കാത്തു സംരക്ഷിക്കുന്ന അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നൊവേനയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില് ഈ നൊവേനയിലും ഈ തിരുനാൾ ദിനത്തിലും അങ്ങയുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കർമ്മല മാതാവിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉത്തരീയത്തിന്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾ നശിച്ചു പോകാതെ, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാതെ ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നൊവേനയിലേക്ക് ഞങ്ങൾ ഇന്ന് പ്രവേശിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ സന്നദ്ധയിൽ അണഞ്ഞിരിക്കുന്നു. കാരുണ്യനാഥേ, കർമ്മല സഭയുടെ രാജ്ഞി, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അളവില്ലാത്ത കൃപാസമുദ്രമേ, അങ്ങേ മധ്യസ്ഥയിൽ ശരണപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സ്വീകരിച്ച് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവയുമായ കർമ്മല മാതാവേ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ ഞങ്ങളുടെ അമ്മയും മധ്യസ്ഥയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. എത്രയും മഹത്വമേറിയ കർമ്മല രാജ്ഞി, ഞങ്ങളുടെ മാർഗദീപവും അഭയകേന്ദ്രവുമായ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ദൈവത്തിനും അങ്ങേക്കും വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ പാപാവസ്ഥയെയും പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ പരിത്യജിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് യോജിച്ചതാക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അമലോത്ഭവ ജനനി, മാധുര്യവും കരുണയും നിറഞ്ഞ കർമ്മല റാണി, അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയും ആയിരിക്കണമേ. ഉത്തരീയ ഭക്തിയിലൂടെ അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരുവാൻ ആഹ്വാനം ചെയ്ത അമ്മേ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധ കർമ്മല നാഥയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിത നവീകരണത്തിനായി തീവ്രമായ പ്രാർത്ഥനയും തപാനുഷ്ഠാനങ്ങളും നടത്തണമെന്നും ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കണമെന്നും അങ്ങേ മാതാവ് വഴി നിർദ്ദേശിച്ച കർത്താവേ, പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴി
ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് യോഗ്യമായ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ. ആമേൻ. നിത്യസഹായമരുളുന്ന കർമ്മലനാഥയുടെ മധ്യസ്ഥ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയെ നയിക്കുവാനും നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വേണ്ട വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും തിരുസഭയുടെ അധികാരികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അർപ്പണ മനോഭാവത്തോടും ത്യാഗസന്നദ്ധതയോടും കൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ധാരാളം പ്രേക്ഷിതം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവന്റെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെയും സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തരീയം ധരിച്ച് മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിച്ച് മരിക്കുന്നവരെ ശുദ്ധീകരണ തലത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് അങ്ങേ മാതാവ് വഴി വാഗ്ദാനം ചെയ്ത കർത്താവെ, മരണം വഴി ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഉപകാരികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യകാരുണ്യീശോയെ, ഈ കൂട്ടായ്മയില് മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും കർമ്മല മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സ്വീകരിച്ച് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള് പ്രാർത്ഥനകള് കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില് ദിവ്യകാരുണ്യീശോയുടെ തിരുസന്നിധിയില് സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിച്ച മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, അനന്തമായ അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നവനും ചോദിക്കുന്നവന് നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ വിജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തണമേ. യുവതി യുവാക്കളെ ഭക്തി തീഷ്ണതയിലും സന്മാർഗികതയിലും വിശുദ്ധിയിലും അനുസരണത്തിലും വളർത്തണമേ. ദരിദ്രരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗസൗഖ്യവും പ്രത്യാശയും നൽകണമേ. പാപസ്വാധീനത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കണമേ. ലൗകിക മോഹങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് സത്യപ്രകാശം തെളിച്ചു കാട്ടണമേ. വെറുപ്പും വിദ്വേഷവും മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് അങ്ങയുടെ സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഈ യാചനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കർമ്മല മാതാവ് വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ പ്രതീകവുമായ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുക ഇല്ലെന്ന് വാഗ്ദാനം ചെയ്ത അമ്മയെ അവിശുദ്ധനോട് ചേർന്ന് നമുക്കും പ്രകീർത്തിക്കാം. കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സെ, നിത്യകന്യകയായിരുന്ന ദൈവപുത്രന് ജന്മം നൽകിയവളെ ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. ഓ സമുദ്ര താരമേ,
അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആമേൻ. തൻ്റെ അമ്മയായ മറിയത്തെ മനുഷ്യവർഗത്തിന് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. പാപത്തിന്റെയും തിന്മയുടെയും മാരിൽ നിന്നും സംരക്ഷിതമായ മറിയത്തിന്റെ മധ്യസ്ഥം എല്ലാ തിന്മകളിൽ നിന്ന് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ രക്ഷിക്കട്ടെ. നരക പിശാചിന്റെ തലയെ തകർത്ത മാതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ മക്കളെയും എല്ലാവിധ പൈശാചിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. ഉണ്ണീശോയെ സംരക്ഷിച്ച അമ്മ നിങ്ങളെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാനുസരണതയില് കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഒവേനയുടെ 1-ാം ദിനത്തില് അമ്മയുടെ വലിയ മാധ്യസ്ഥം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുകയാണ്, ഈശോ നമ്മെ ആശീർവദിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നശിച്ചു പോകാതെ രക്ഷിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹ ആശീർവാദം ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കാം. ഈശോ അമ്മയിലൂടെ നൽകിയ വാഗ്ദാനം, സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹത്തിലേക്ക് ആനയിക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നന്ദിയോടെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില് അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർമ്മലിത്ത സഭയോട് ചേർന്ന്, കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ഈ നൊവേനയിലും ഈ തിരുനാളിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഉത്തരീയത്തിന്റെ സംരക്ഷണ വാഗ്ദാനങ്ങൾ ഈ മക്കളിൽ, ഇവരുടെ കുടുംബങ്ങളിൽ ഫലദായകമാകട്ടെ, പൂർത്തീകരിക്കപ്പെടട്ടെ. ആമേൻ.